ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള യുദ്ധം അവർ തീർത്തു എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഇപ്പോഴും ഇറാന്റെ മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂത്തികളും ഇവരുടെ സൈഡിൽ നിന്നും അതുപോലെ ഹമാസിന്റെ സൈഡിൽ നിന്നും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ ഇസ്രായേലിന് അടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം തീർന്നു, എങ്കിലും ഇസ്രായേലിന്റെ യുദ്ധം ഇന്നും തീർന്നിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പലസ്തീനിലെ ഗസയിൽ ഇന്ന് 2000 ആൾ മരിച്ചു, നാളെ 3000 ആൾ മരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരങ്ങൾ ആളുകളായിട്ട് മരിക്കുന്നു, ഇസ്രായേലി സേന ഇതാ പിടിച്ചടക്കുന്നു. ഇത് തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഇസ്രായേലി സേനയുള്ള ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ സോൾജർ മരിച്ചു എന്നുള്ള ഒരു വാർത്ത പോലും പുറത്തോട്ട് വന്നിട്ടില്ല. എന്നാണോ ഇറാൻ ഇസ്രായേലിൽ കയറി അടിച്ചത്? ഇസ്രായേൽ കണ്ട രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ കണ്ട ഏറ്റവും കനത്തമായിട്ടുള്ള പ്രഹരം കിട്ടി അവരുടെ വാ പോലും അടച്ച് അമേരിക്കയുടെ ഏട്ടൻ്റെ കാല് പിടിച്ച്, അതായത് ട്രംപിൻ്റെ കാല് പിടിച്ച് യുദ്ധം നിർത്തിത്തരണമെന്ന് ബാക്ക് ടു ബാക്ക് ആയിട്ട് അവരുടെ പിന്നാലെ നടന്ന് അവരായിട്ട് യുദ്ധം നിർത്തി കൊടുത്തതിന് ശേഷം ശ്വാസം അവർക്ക് വിടാം എന്ന് വിചാരിച്ച നമ്മുടെ നെതന്യാഹു, ചെകുത്താൻ നെതന്യാഹും കൂട്ടത്തിൽ ഇസ്രായേലി IDF-ന്റെ ആളുകളും വിചാരിച്ചു ഇതോടുകൂടി ഒന്ന് സമാധാനത്തിൽ നടുനിവർത്താം. പക്ഷേ ഇപ്പോഴും ബാക്ക് ടു ബാക്ക് ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പല വാർത്തകളും കാണുന്നുണ്ടല്ലേ. അതായത് ഈ ഇസ്രായേലി പട്ടാളക്കാർ ഹമാസിൻ്റെ അല്ലെങ്കിൽ ഗസയിലുള്ള പട്ടിണി പാവങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന സ്ഥലത്തും പോയിട്ട് ഈ പറഞ്ഞ ഇസ്രായേലി സേന കൊന്നൊടുക്കുന്ന ദിവസവും 50, 100, 200 ആൾക്കാരെ ചുട്ടുകൊന്നിട്ടും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുന്നതിന് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പല എച്ചിൽ ചെറ്റകളും ഇതിനെ പല രീതിയിലും വളച്ചൊടിക്കാറുണ്ട്. അവന്മാർ പറഞ്ഞോട്ടെ, അവന്മാർക്ക് ഈ പറഞ്ഞ സംഘവാണങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി അത് തിന്ന് ജീവിക്കുന്ന കാലം വരെ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് പലതരത്തിലുള്ള നമ്മൾ IDF പുറത്തുവിട്ട ഡ്രോൺ ഷൂട്ടിങ്സും കാര്യങ്ങളും ഉണ്ട്. അതായത് ഹമാസിൻ്റെ ആളുകൾ തന്നെയാണ് ഈ പാവപ്പെട്ട ഗസയിലെ നിവാസികളെ കൊല്ലുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വാർത്തകളൊന്നും കേൾക്കണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ടൈംസ് ഓഫ് ഇസ്രായേൽ പോലത്തെ ഇസ്രായേലിൻ്റെ സ്വന്തം മീഡിയ ആയിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേലിൽ പോലും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസുകൾ. ഞാൻ ഈ സൈഡിൽ കുറച്ച് ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന ന്യൂസുകളാണ് ഞാൻ ഈ കൊടുക്കുന്നത്. ദ ഗാർഡിയനിലും ടൈംസ് ഓഫ് ഇസ്രായേലും. അതിൽ ഇസ്രായേലി ഫോഴ്സസ് കിൽ 11 പലസ്തീനി അവൈറ്റിംഗ് ഫുഡ് ട്രക്ക് സേ ഗസ ഒഫീഷ്യൽസ്. അതായത് ഈ ഫുഡ് ട്രക്കിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന പലസ്തീനിയൻ സിവിലിയൻസിനെയാണ് ഇവർ കൊല്ലുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന് 30 ജൂണിന് വന്ന IDF അഡ്മിറ്റ് കിൽ സെവറൽ ഗസൻ സിവിലിയൻസ് നിയർ 8 ഹബ്സ്. അതായത് അവിടെ ഒരു അമേരിക്കൻ ഇസ്രായേലി 8 ഹബ്ബുകൾ വെച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 100% ഫുഡ് കൊടുക്കേണ്ടത് വെറും 5-10% ഫുഡ് കൊടുക്കുന്നിടത്ത് ആൾക്കാർ തിങ്ങിക്കൂടുന്ന സ്ഥലത്തോട്ട് വരുന്ന ആളുകളെ ചുട്ടുകൊല്ലുന്ന, വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേലി സേന എത്ര പേരെ കൊന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിൽ 30 വന്നു, ജൂൺ 30 വന്നിട്ടുള്ള വാർത്തയുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം മുമ്പ് വന്നിട്ടുള്ള വാർത്തയാണ് 32 സെഡ് കിൽഡ് ഇൻ IDF ഗസ സ്ട്രൈക്സ്. അതായത് 32 ആൾക്കാരെ കൊന്നു. അതിനുശേഷം 24 ജൂണിൽ വന്നിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്തയാണ് 44 സെഡ് കിൽഡ് നിയർ ഗസ 8 സൈറ്റ്സ്. അതായത് 8 സൈറ്റ്സിൻ്റെ അടുത്ത് വരുന്ന മറ്റ് 44 സിവിലിയൻസിനെ കൊന്നു. അങ്ങനെ പിന്നെ വേറെ ന്യൂസ് വരുന്ന ഡസൻ സെഡ് കിൽസ് ഇൻ ഗസ IDF അഡ്മിറ്റ് ഇറ്റ് ഹാസ് കിൽഡ് സെവറൽ സിവിലിയൻസ് നിയർ 8 സൈറ്റ്സ്. ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നത് ദിവസവും ഈ അതായത് ഫുഡിന് വാങ്ങിക്കാൻ വരുന്ന ആളുകളെ കൊല്ലുന്ന വാർത്തകളാണിത്. നമ്മുടെ നാട്ടിലെ ഹാർപ്പിക്കും മറ്റ് പല ചെറ്റകളും വന്നിരുന്നിട്ട് ഇത് കളവ് എന്ന് പറയുമ്പോൾ ഇസ്രായേലി പത്രങ്ങളും ഇൻ്റർനാഷണൽ ന്യൂസുകളും ഇത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിലെ സംഘപരിവാളങ്ങളുടെ മനസ്സിലുള്ള എത്രത്തോളം ക്രൂരന്മാരാണ് നമ്മുടെ സംഘപരിവാളങ്ങളും എച്ചിൽ ചെറ്റകളും നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരെ കൊല്ലുമ്പം അതിന് പല ന്യായങ്ങൾ കണ്ടുപിടിച്ചിട്ട് കൈയടിക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ വിഷജന്തുക്കൾ നമ്മുടെ നാടിനെ മൊത്തം ഇല്ലാണ്ടാക്കും. നിങ്ങൾ കണ്ടോ? സംഘപരിവാണങ്ങൾ, വെറും വാണങ്ങളല്ല, പരമവാണങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്തകളില്ലാത്ത ഈ പരവാണങ്ങളും കൂടുതൽ കൂട്ടത്തിൽ ഈ എണ്ണ ഒഴിക്കാനുള്ള എച്ചിലുകളും ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇല്ലാത്ത വാർത്തകൾ വാങ്ങിച്ചിട്ട്, അതായത് ഓപ്പണായിട്ട് കിടക്കുക വാർത്തകൾ ഇവിടെ. ഇസ്രായേലി ടൈംസ് പറയുന്നു, ടൈംസ് ഓഫ് ഇസ്രായേൽ IDF-ന്റെ ഡയറക്റ്റ് വക്താക്കൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ പറയുന്നത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ച ഈ തരത്തിലുള്ള തിട്ടങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് ആ തീട്ടത്തിലെ കൃമി പുഴുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് മാറ്റി നിർത്തും. അപ്പോൾ നിങ്ങൾ കണ്ടു എന്താണ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ IDF പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു വാർത്ത, 5 IDF സോൾജേഴ്സ്, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ 5
സോൾജേഴ്സാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ 14 പേര് ഇഞ്ചേർഡ് ആയിട്ടുണ്ട് നോർത്തേൺ ഗസയിലുണ്ടായിരുന്ന ബോംബ് സ്ഫോടനത്തിൽ. ഹമാസും ഈ പറഞ്ഞ IDF തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 7 പേര് മരിച്ചു, അതിൻ്റെ മുമ്പ് 14 പേര് മരിച്ചു എന്നുള്ള ഡീറ്റെയിൽസിൻ്റെ 5 പേരുടെ ഫോട്ടോ ആണ്. 5 പേരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ താഴ്ത്തുണ്ട്. മോഷെ നിസാം 20 വയസ്സാണോ അവരുടെ 20 വയസ്സ്, കഷ്ടം അല്ലേ. അതുപോലെ തന്നെ സ്റ്റാഫ് നോം അഹറോം മുഗാദ്ദീൻ 20 വയസ്സ്. വേറെ ഒന്നുള്ള മോഷെ സാമുവൽ 21 വയസ്സ്. പിന്നുള്ളത് ബെനിയാമിൻ അസൂലി 28 വയസ്സ്. ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് 20 വയസ്സ് 21 വയസ്സ് 28 വയസ്സ് ഈ വയസ്സുള്ള ഇസ്രായേൽ IDFൻ്റെ പട്ടാളക്കാരാണ് മരിക്കുന്നത്. ഇതുപോലെ ദിവസവും അവിടെ ആളുകൾ മരിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് നെതന്യാഹു അല്ലെങ്കിൽ അവിടുത്തെ IDFൻ്റെ ഭരണ ചുമതലയുള്ള മറ്റുള്ള ആളുകൾ ഇത് പുറത്തോട്ട് വിടുന്നില്ല. ഇസ്രായേൽ എത്രത്തോളം പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതായത് അവിടെ നിർബന്ധമാണ് ഇസ്രായേലി ഓരോ ഫാമിലിയിലും കുറച്ച് ഇത്രയും പേര് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ആളുകൾ IDFൽ ചേർന്നിരിക്കണം, പട്ടാളത്തിൽ ചേർന്ന് ഇത്രയും വർഷങ്ങൾ അവരവിടെ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 20, 21, 18, 20, 22 ഒക്കെ വയസ്സുള്ള ആളുകൾ ഇങ്ങനെ ഇതിലോട്ട് പങ്കെടുത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പുറത്തോട്ട് അവർ വിടാണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെയിലി കാണുന്നത് ഗസയിൽ ഇവന്മാർ കൊല്ലുന്ന ആൾക്കാരുടെ എണ്ണ. ഇപ്പോൾ ഈ മരിച്ചു എന്ന് പറഞ്ഞ 20, 21 വയസ്സുള്ള ആൾക്കാർ ചിലപ്പം അവിടെ 100, 200 ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത എത്തിയിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇസ്രായേലി സേനയിൽ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുകയാണ്. കാരണം അവർ ചെയ്തിട്ടുള്ള മനുഷ്യ ക്രൂരതകളുടെ ചിന്ത കൊണ്ട് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട്, മെൻ്റൽ ഡിസോർഡർ ആയിട്ട് ഒരുപാട് ഇസ്രായേലി സേനയിൽപ്പെട്ട ആളുകൾ സ്വയം സൂയിസൈഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. 100-ലധികം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഹമാസിനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഇസ്രായേലി സേന അവരുടെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ സാമഗ്രികളും വെച്ചിട്ട് ആയിരങ്ങൾ അവിടെ കൊല്ലുമ്പോൾ ഇവിടുന്ന് 2, 3, 4, 5 ആയിട്ട് ഇപ്പുറത്തെ ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഇത് ഇസ്രായേൽ ഇവരുടെ ഫാമിലിക്കോ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ യുദ്ധം അവസാനിച്ചു, ഇറാനുമായിട്ടുള്ള യുദ്ധം മാത്രം അവസാനിച്ചത്. ഇപ്പോഴും യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടുള്ള ഗസയിലും അതുപോലെ ഹൂത്തികൾ ഇപ്പം ഇന്നലെ ഒരു കാർഗോ ഷിപ്പ് അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിനും കാർഗോ ഷിപ്പുകൾ പിടിച്ചെടുത്തു. അവിടെ വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഇസ്രായേൽ ഇത് ചെയ്തു നമ്മളിത് കാണുന്നില്ല. കാരണം ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തോടു കൂടി പലതരത്തിലുള്ള അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വലിയ പെർസെൻറ്റേജ് സൈനിക ബലം, അതുപോലെ തന്നെ വലിയ പെർസെൻറ്റേജ് ടെക്നോളജി, വലിയ പെർസെൻറ്റേജ് മിസൈൽ ശേഖരം, വലിയ പെർസെൻറ്റേജ് അവരുടെ ജെറ്റുകളെല്ലാം തകർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുക അമേരിക്കയുടെ കയ്യിൽ നിന്ന്. അടുത്തൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് അവർക്കില്ല. അവരുടെ അയൺ ഡോം തകർന്നു, മറ്റ് പലതരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും തകർന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് അവരിപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അവർ സംഭവങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ യുദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഇറാനെ പോലത്തെ അല്ലെങ്കിൽ മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഹമാസിനെ പോലത്തെ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളുകൾ അവർക്ക് എതിരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകത്ത് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് തന്നെയാണ് പല ഇസ്രായേലികളും ഇപ്പോൾ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് സൈപ്രസിലോട്ടും മറ്റ് പല കൺട്രീസിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ ഇത്രയും കാലം അഹങ്കരിച്ച് നടന്ന ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ഇസ്രായേൽ ഒന്നുമല്ല, വെറും നെതന്യാഹുവും നമ്മുടെ അമേരിക്കയും കാണിച്ച് മറ്റ് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ കാണിച്ച് വെച്ചിട്ടുള്ള വെറും ഒരു സ്യൂഡോ എന്താ പറയുക എന്താ പറയുക ടേം പറയാൻ നിൽക്കാറില്ല, ഒരു സ്യൂഡോ രാജ്യമാണെന്നുള്ളത്. അതെല്ലാം പൊട്ടിപ്പൊളിയും നിമിഷങ്ങൾ മതി എന്നുള്ളത് ഇറാൻ്റെ കുറച്ച് മിസൈലുകൾ കാണിച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. യുദ്ധം അവസാനിച്ചു നമ്മൾ പറയും, പക്ഷേ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക അവിടെ. ഇപ്പോഴും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇപ്പം നമ്മൾ ഈ ഇസ്രായേൽ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോഴും യമനിൽ കൊണ്ടിട്ടും അതുപോലെ തന്നെ ലെബനോനിൽ കൊണ്ടുവച്ചിട്ടും ഇറാനിലും അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടുകൊണ്ടിരിക്കുക. തിരിച്ച് അവർ അതുപോലെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് യുദ്ധം. അവിടെ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നൊരു കാര്യമല്ല. എന്തൊക്കെ വെടിനിർത്തലുണ്ടെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ബാക്കി പത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നെതന്യാഹുവിന് അവിടുത്തെ കോടതികൾ തന്നെ ശിക്ഷിക്കപ്പെടും. ഒരുപാട് കാര്യങ്ങൾ നെതന്യാഹു മനുഷ്യത്വപരമായിട്ടും മനുഷ്യാവകാശ ലംഘനങ്ങളും കാര്യങ്ങളൊക്കെ നെതന്യാഹു അവിടെ ചെയ്തിട്ടുണ്ട്. മറ്റ് പല അഴിമതികളിലും നെതന്യാഹു അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള നെതന്യാഹു ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിചാരണ വരണമെങ്കിൽ യുദ്ധം സ്റ്റോപ്പ് ആവണം. അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. യുദ്ധം സ്റ്റോപ്പായി അന്ന് നെതന്യാഹു തൂങ്ങും എന്ന് നെതന്യാഹുവിൻ്റെ പാർട്ടിയിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കും അറിയാം. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവിടെ ഭരണത്തിൽ വരും എന്നുള്ളതുകൊണ്ട് ഇതാണ്
ഇപ്പം ഈ പറഞ്ഞ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഖ്യകൾ പറയുന്നതോ ക്രിസംഖി മുസംഖി എച്ചിൽ ചെറ്റകൾ പറയുന്നതോ അല്ല ശരിക്കും ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ന്യൂസുകൾ നിങ്ങൾ കാണുക, ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ വാർത്തകൾ കേൾക്ക്, ഗാർഡിയൻ്റെ വാർത്തകൾ കേൾക്ക്, ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തകൾ കേൾക്ക്, ഇങ്ങനത്തെ വാർത്തകൾ കേൾക്ക്. അതല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇരുന്നിട്ട് മലൻ ടി വി എന്ത് പറയുന്നു, ക്രിമിന്യൂസ് എന്ത് പറയുന്നു, ABC മലയാളം എന്ത് പറയുന്നു, അരിപ്പൻ എന്ത് പറയുന്നു, ജാമിദ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ തീട്ടം ബൈജു എന്ത് പറയുന്നു, ഇതല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടക്കുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് എൻ്റെ സംഘപരിവാഹങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. വെറുതെ വന്ന് ഇങ്ങനത്തെ ന്യൂസിൻ്റെ അടിയിലും വക്കീൽ സ്ഥലങ്ങളിലും കൊണച്ചുകൊണ്ടിരിക്കാന്നൊക്കെ കേട്ടോ. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. തനി സ്വയം പൊട്ടന്മാരായി ജീവിക്കാണ്ട് കുറച്ചൊക്കെ ബുദ്ധി പ്രയോഗിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകും പ്ലീസ്.